പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. പൂനെയിലെ ലോണാവാല റെയിൽവേ പോലീസിന്റെ സ്റ്റേഷനിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. മലയാളി സന്നദ്ധ പ്രവർത്തകരും അവരോടൊപ്പമുണ്ട്. ഇപ്പോൾ നിലവിൽ അവരോടൊപ്പമുള്ള എല്ലാവരും അവരെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് അപകടമൊന്നുമില്ല. ശ്രീനാഥ, ഇവരെ ഇപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇവർക്ക് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പൂനെയിലെ സസൂൺ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് വൈദ്യപരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കെയർ ഹോമിലേക്ക് തൽക്കാലത്തേക്ക് കുട്ടികളെ മാറ്റും എന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ തുടർന്ന് അവരെ ഇരുത്തില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് ഒരു കെയർ ഹോമിലേക്ക് അവരെ സുരക്ഷിതമായി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് കേരള പോലീസ് എത്തിയതിന് ശേഷം അവർക്ക് കൈമാറുകയും ചെയ്യും. അതുവരെ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ കുട്ടികളെ ഈ മണിക്കൂറുകളോളം ഇരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ഏതായാലും പോലീസ് ഒരു വനിതാ പോലീസിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ കുട്ടികൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. പൂനെയിലെ സർക്കാർ ആശുപത്രിയായ സസൂൺ ആശുപത്രിയിലാണ് ഇപ്പോൾ കുട്ടികളെ എത്തിക്കാൻ പോകുന്നത്. അവിടെ നിന്ന് വൈദ്യ പരിശോധന നടത്തിയതിന് ശേഷം പിന്നീട് ഒരു കെയർ ഹോമിലേക്ക് മാറ്റും എന്നതാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷം ഇനിയിപ്പോൾ ശ്രീനാഥ്, അവർ 6 മണിക്ക് ശ്രീനാഥ് പറഞ്ഞ അനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം 6 മണിക്ക് മുംബൈയിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര തിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരെപ്പോഴവിടെ എത്തും? ഇനി അവരെത്തുമ്പോൾ കെയർ ഹോമിൽ വെച്ചായിരിക്കുമല്ലോ ഈ കുട്ടികളെ കാണുന്നത്. പിന്നീട് വലിയ നൂലാമാലകളും നടപടിക്രമങ്ങളും ഒന്നുമില്ല, നമുക്ക് കുട്ടികളെ തിരിച്ചെത്തിക്കാനായിട്ട് സാധിക്കുമെന്നാണോ കരുതേണ്ടത്? അതോ മറ്റെന്തെങ്കിലുമൊക്കെ നടപടിക്രമങ്ങൾ ഉണ്ടാവുമോ? ഇപ്പോൾ നോർക്കയുടെ മുംബൈയിലെ ഉദ്യോഗസ്ഥനായ ശ്രീ റഫീഖ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റഫീഖ്, ഇപ്പോൾ എവിടെ കൊണ്ടുപോകുന്നത്? ഇവരെ ഇപ്പോഴേ എന്ന് പറയുന്നത് ഇവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ഇവർ ഒരു മെഡിക്കൽ എടുക്കണമല്ലോ. എന്ന് വെച്ചാൽ ഇവരെ ഇവിടെ ഇപ്പം RPF ഇവർക്ക് കൈമാറി, GRPക്ക് കൈമാറിയല്ലോ. അപ്പോൾ അവർ ഇപ്പം മെഡിക്കൽ എടുത്ത് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ഈ സ്ത്രീകളുടെ ഒരു ജുവനൈൽ ഹോമുണ്ട്, അങ്ങോട്ടും തൽക്കാലത്തേക്ക് മാറ്റും. കുറച്ച് ദിവസം അവർക്ക് റെസ്റ്റ് ചെയ്യണം. അതിന് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം രാവിലെ പോലീസ് വന്ന് ഒരു മിക്കവാറും 8 മണിക്കാണ് ബോംബെയിൽ എത്തുന്നത്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് വരുന്ന ഒരു 2 മണിക്കൂർ എങ്കിലും യാത്ര ചെയ്യാൻ വേണം അങ്ങോട്ട് വരാനായിട്ട്. അപ്പം ഇവിടെ വന്നിട്ട് പോലീസിനെ കൈമാറും. അതാണ് ഇവിടെ നടപടിക്രമം ഇവിടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരത്തിലാണ് ഉള്ളത്. എന്തായിരുന്നാലും ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് അവരെ കണ്ടെത്തി എന്നുള്ളത്. അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ എത്താൻ ഇവിടുത്തെ മലയാളി സമൂഹവും മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പോലീസും RPFും ഒക്കെ സംയുക്തമായി പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞു. ഒരു 36 മണിക്കൂറിൻ്റെ ഒരു പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടായി. 4 മണി മുതൽ നമ്മുടെ മലയാളികൾ, അതായത് ബോംബെയിൽ എത്തിയെന്ന് അറിഞ്ഞത് മുതൽ മലയാളികൾ മറ്റേ നമ്മുടെ ഫൈമ യാത്രാ സഹായ വേദിയായിരുന്നാലും കാസർഗോഡ് കൂട്ടായ്മ, മറ്റേ KCS പനവേൽ, ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടെയും മറ്റുമൊക്കെ അവരൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. എല്ലാവരുമായിട്ടും ഒന്ന് ബന്ധപ്പെടാനും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും സാധിച്ചു എന്നുള്ളൊരു വളരെ സന്തോഷകരമായ വാർത്തയാണ്. എന്തായിരുന്നാലും നമ്മൾ ഇവിടം വരെ എത്തിയെങ്കിലും ആദ്യം ഞങ്ങൾ പനവേലിൽ എത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പനവേലിൽ വന്ന് നമ്മുടെ ആ ലൊക്കേഷൻ മാറിയപ്പോഴത്തേക്ക് ഒരു നമുക്കൊരു ടെൻഷനായി. പിന്നെ അത് ലോണാവാലയിൽ അവിടെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ലോണാവാലയിൽ ഇറക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ലോണാവാലയിലോട്ട് തിരിച്ചിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ RPF അവിടെ പൂനെയിൽ എത്തിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്നലെ രാത്രി ഒരു ഓള കണ്ണടച്ചിട്ടില്ല. അതെ, അതിൻ്റെ ഭക്ഷണമൊക്കെ അതുകൊണ്ട് ആരും ഭക്ഷണം പോലും കഴിക്കാതെ അതിൻ്റെ പിറക്കെ നടന്ന് കുട്ടിയെ കണ്ടെത്തുന്നത് വരെ ഇതിന് നിന്ന് എല്ലാവർക്കും നമ്മുടെ തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കണം. അവരെ എല്ലാവർക്കും ഒരു നന്ദി പറയുകയാണ്. കുട്ടികളുടെ ഒരു ആശ്വാസമായി മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും അവരെ കുട്ടികളോട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ വളരെ ഹാപ്പിയാണ്. അവർ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പോഴില്ല. അവർ പ്രധാനമായിട്ട് അവരുടെ ഒരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞതെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ആരെ ഫേസ് ചെയ്യുന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ട്. എന്നിരുന്നാലും അവർ കുഴപ്പമൊന്നുമില്ല, അവർ ഹാപ്പിയാണ്. അവരെ പെട്ടെന്ന് തോന്നി ഇങ്ങ് വന്നു. പിന്നെ ഇനി മറ്റു കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ വന്നവർ ഒരു ആളെ മറ്റേ റോഹയിൽ ഇറങ്ങിയിട്ട് അവർ ബോംബെയിലോട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ല ഒരു പിന്തുണ നമ്മൾ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് കിട്ടിയിരുന്നു. ഇവരെ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ റഹീം അൻസാർ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു നല്ല പിന്തുണ നമ്മുടെ മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകർ അവരോട് സംസാരിച്ചിരുന്നു. ആ പയ്യൻ തന്നെ കുട്ടികളുമായിട്ട് സംസാരിക്കുകയും അവരുടെ ലൊക്കേഷനും അവരെ പ്രേരിപ്പിക്കാനും ഇവിടെ ഇറക്കാനും അല്ലെങ്കിൽ അവർ നമ്മുടെ ഇവിടെ ലോണാവാലയിൽ ഇറങ്ങാൻ വിസമ്മതിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ RPF അവരുമായിട്ട് സംസാരിക്കുകയും അവരെ പൂനെയിൽ ഇറക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നാലും ഒരു നല്ലൊരു വാർത്ത ഇപ്പോഴെങ്കിലും വളരെ താമസിച്ചാണെങ്കിലും കിട്ടിയത് നല്ല സന്തോഷ വാർത്തയാണ്. തീർച്ചയായിട്ടും അതിലൊരു സന്തോഷമുണ്ട്, അത് പ്രകടിപ്പിക്കുകയാണ്.
തീർച്ചയായിട്ടും. കുട്ടികൾ ഇവിടെ അധിക സമയം ഈ പോലീസ് സ്റ്റേഷനിൽ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ഇപ്പം അവർ ഇരുത്തുന്നില്ല. ഇപ്പം മെഡിക്കൽ കഴിഞ്ഞ ഉടനെ അവരെ ജുവനൈൽ ഹോമിൻ്റെ അവരെ സ്ത്രീകളുടെ കുട്ടികളുടെ ജുവനൈൽ ഹോമിലോട്ട് കൊണ്ട് മാറ്റും. ആ മാറ്റിയതിന് ശേഷം പിന്നെ പോലീസ് വരുമ്പോഴത്തേക്ക് അവരുടെ ഡോക്യുമെൻറ്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൈമാറും. ഇവരെ താനൂരിൽ നിന്നുള്ള 4-3 പോലീസുകാർ ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് തിരിച്ച് 6 മണിക്ക് 8 മണിയോടുകൂടി മുംബൈ എയർപോർട്ടിലെത്തും. അവിടെ നിന്ന് പൂനെയിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നതിന് ശേഷം ഇത്ര ദീർഘനേരമുള്ള ഒരു ജോലിയിലേറെ നന്നായി. നേരം ശ്രീനാഥിൻ്റെ കൂടെ വന്നതിൽ തീർച്ചയായിട്ടും കണ്ടെത്തി. താങ്ക് യു വെരി മച്ച്. അപ്പം റഫീഖാണ്, മുംബൈയിലെ നോർക്കയുടെ മേധാവിയാണ് അദ്ദേഹം ഇന്നലെ രാത്രി നമ്മളോടൊപ്പം മുഴുവൻ സമയവും ഈ തെരച്ചിലിൻ്റെ ഭാഗമായി മുഴുവൻ സമയവും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പൻവേലിലെത്തിയാലും അവിടെ നിന്ന് ലോണാവലയിൽ പോയപ്പോഴും അവിടെ നിന്ന് പിന്നീട് പൂനെയിലേക്ക് ഈ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹവും ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. വലിയൊരു കോർഡിനേഷൻ ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടായി. നിരവധി മലയാളികൾ ഈ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി പല മേഖലകളിലായി. അതിപ്പോൾ മുംബൈ നഗരം എന്ന് മാത്രമല്ല, മുംബൈയിൽ CST റെയിൽവേ സ്റ്റേഷൻ പരിസരം, LTT കുർള റെയിൽവേ സ്റ്റേഷൻ പരിസരം, ഒപ്പം പൻവേൽ റെയിൽവേ സ്റ്റേഷൻ, ഒപ്പം പിന്നീട് ലൊക്കേഷൻ കിട്ടിയ കല്യാൺ, ഡോംബിവലി അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തന്നെ മലയാളികൾ, അതായത് ഒരു വലിയ ഒരു പ്രദേശമാകെ ആളുകൾ പുറത്തിറങ്ങി കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി. ആ പരിശ്രമമൊക്കെ തന്നെ ഫലം കണ്ടു. കുട്ടികളെ കണ്ടെത്തുക എന്നതായിരുന്നു, അവർക്ക് ഒരു അബദ്ധം പറ്റാതെ കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും പരമപ്രധാനം. അത് നടന്നു എന്നതിൻ്റെ ഒരു ആശ്വാസം ഇവർക്കുണ്ട്. ആ ആശ്വാസവും സന്തോഷമാണ് റഫീഖ് അടക്കമുള്ള ആളുകൾ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ സസൂൺ ആശുപത്രിയിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളത്. ഇവിടെയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായി വൈദ്യപരിശോധന നടത്തും. കുട്ടികൾക്ക് മറ്റ് അവശതകളൊന്നും ഇല്ല എന്ന കാര്യം ഒന്നും ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം അതിന് തൊട്ടടുത്തുള്ള ഒരു കെയർ ഹോമിലേക്ക് കുട്ടികളെ മാറ്റുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഏതായാലും കുട്ടികളെ മണിക്കൂറുകളോളം ഇരുത്തുന്നില്ല. ആ കെയർ ഹോമിൽ നിന്നും പിന്നീട് കേരള പോലീസ് എത്തിയതിനു ശേഷം ഈ കുട്ടികളെ ഏറ്റെടുക്കുക, അതിനുള്ള വലിയ നടപടിക്രമങ്ങളൊന്നും ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അവരെത്താനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. 8 മണിയോടെ മുംബൈയിൽ എത്തിയാലും പിന്നീട് പൂനെയിലേക്കുള്ള ഈ റോഡ് മാർഗമാണ് യാത്രയെങ്കിൽ ഏതാണ്ട് 4 മണിക്കൂർ പിന്നെയും അങ്ങോട്ട് എടുക്കും. അങ്ങനെയെങ്കിൽ ഒരു 12 മണിക്ക് ശേഷം മാത്രമേ അവർക്ക് ഇവിടെ എത്താൻ കഴിയൂ. അതിനുശേഷമായിരിക്കും പിന്നീട് ഇവരെ കൊണ്ടുപോകുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ. ഈ റഹീമിനെ പറ്റിയുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കൃത്യമായി ഒരു കാര്യം കൂടെ, ഈ കുട്ടികള് ഇപ്പോ പോകുന്നതിന് മുമ്പൊക്കെ ഈ സന്നദ്ധ പ്രവർത്തകരുമായൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവര് വീട്ടിൽ പോകാം എന്ന് തന്നെയല്ലേ പറയുന്നത്, വീട്ടിൽ പോകുന്നത്? കാരണം ഇവരുടെ ഈ ഫോൺ കോളിലൊക്കെ പലതവണ എന്ത് സംഭവിച്ചാലും ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ അവരുടെ നിലപാട് എന്താണ്? വീട്ടിലേക്ക് പോകും എന്ന് തന്നെയാണോ, അതോ എന്താണ് അവർ ഈ ആരോഗ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവരുമായി പങ്കുവച്ചതെന്ന് അറിയാമോ? ആ ഒരു നിലപാടും കുട്ടികൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കുട്ടികൾ വീട്ടിലേക്ക് പോകാൻ സന്തോഷമാണ് എന്ന് പറയുകയും ചെയ്തു. കുട്ടികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുകയും വീഡിയോ കോളിൽ അച്ഛനുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. വൈകാരികമായ ഒരു നിമിഷമാണ്. സ്വാഭാവികമായും ആ അച്ഛനെയും മകളെയും സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്നൊരു കുറ്റബോധം ആ കുട്ടിക്കും മകളെ കാണാതെ ഇരുന്ന ആ മണിക്കൂറുകളിലെ വേദന ആ അച്ഛൻ്റെ മനസ്സിലും വാക്കുകളും ഒക്കെ തന്നെ തെളിഞ്ഞു വരും. ആ ഒരു നിമിഷമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ കുട്ടികൾ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്നൊക്കെ മാറി വീട്ടിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ട്. എന്നാൽ പോലും കുട്ടികളെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ച ഘടകങ്ങളെക്കുറിച്ച് മുതിർന്നവർ കാര്യമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അതിനെന്തെങ്കിലും പരിഹാരം കുട്ടികളുടെ ഭാഗത്തു നിന്നോ മുതിർന്നവരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവണമെങ്കിൽ അത് ഉണ്ടാവുകയും വേണം. അത്തരം കാര്യങ്ങൾ കൂടിയാണ് ഉണ്ടാവേണ്ടത്.